ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ ഉറക്കമായിരുന്നു കേട്ടോ, അടിപൊളി ഉറക്കം. അപ്പോൾ 5 മണിയായി, പുലർച്ചെ 5 മണിയാണ്. വെളിച്ചൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇന്നത്തെ പരിപാടികൾ തുടങ്ങിയാലോ? അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പരിപാടികളോട്. അപ്പോൾ ഗൈസ്, ഇന്നലത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച കനൽ ഒന്നും മുഴുവനും പോയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ചായ വെക്കാൻ പറ്റി. ഇപ്പോഴും അതിന് കനലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചായ പെട്ടെന്ന് ചൂടായി. അപ്പോൾ നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറപ്പെടാം കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം നമ്മളിങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഷീഷ് പാർക്കിലേക്കുള്ള തിരക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ തവണയാണ് കേട്ടോ വന്നിട്ട് നമുക്ക് ഷീഷ് പാർക്കിൽ കയറാൻ പറ്റാണ്ട് പോകുന്നത്. ഇതാണ് ഷീഷ് പാർക്ക്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. മാത്രമല്ല ഇവിടെ നല്ലൊരു പാർക്കുണ്ട്. അതിങ്ങനെ മലയുടെ മേലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ടൈപ്പിലുള്ള ഒരു പാർക്കാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഒരുപാട് ജാം പാക്ഡ് ആണ് കേട്ടോ. അത്രയും റിസ്ക് എടുത്ത് നമ്മളിവിടെ കയറണ്ടെന്നാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ഗവൺമെന്റും അത് തന്നെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളോട് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അപ്പൊ വെറുതെ ഒരു അൺവാണ്ടഡ് റിസ്ക് എടുക്കണ്ട എന്ന് കരുതി അങ്ങോട്ട് നമ്മളിപ്പോ പോകുന്നില്ല, ഇറങ്ങുന്നില്ല. കാരണം ഈവൻ പാർക്കിംഗ് പോലും ഇല്ല കേട്ടോ. നമുക്ക് അത്രയും ജാം പാക്ഡ് ആണ്. അതുകൊണ്ടോ നമുക്കൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കയറാത്തത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യെസ് പോലത്തെ ഒരു വളവ്, ഒരു ടേണിങ്ങിൽ ഇപ്പം ഒരു പാർക്കായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മളെ പഴയ വീഡിയോയിൽ നമ്മൾ വാദിയൽ ഷീസ് കാണിച്ചു തന്നത്. സത്യത്തിൽ ഇത് വാദിയൽ ഷീസിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴി നേരെ പോയാൽ നമ്മൾ വാദിയൽ ഷീസിലെത്തും. ഇത് നോക്കിയാൽ എവിടെ വരെ എത്തിക്കുന്ന പാർക്കിങ് നോക്കിയാൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതേപോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറിയില്ല. അതിനിടയിൽ 2 ദിവസം ഈ പാർക്ക് ക്ലോസ്ഡ് ആയിരുന്നു, ആളുകൾ കൂടുതലുള്ള കാരണം. അപ്പോൾ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വീക്ക് ഡേയ്സിൽ വന്നിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. വീക്കെൻഡിൽ നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പം അടുത്തൊന്നും. അല്ലെങ്കിൽ പിന്നെ ആൾക്കാരുടെ ഒക്കെ എക്സൈറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒരു നോർമൽ പാർക്ക്. ഇപ്പം ഇത് തുറന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ഗൈസ്, ഇപ്പൊ നമ്മൾ വാദിയൽ ഷീസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ മുന്നേ വന്നപ്പോൾ നമ്മൾ ശരിക്കും ഭാഗ്യവന്മാർ കേട്ടോ. നമ്മൾ മുന്നേ വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് താഴത്തേക്കൊക്കെ ഇറങ്ങി പോകാൻ പറ്റിയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ അവർക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. എല്ലാം ക്ലോസ്ഡ് ആണ്. അവര് അതൊക്കെ ബാരിക്കേഡ് കെട്ടിയിട്ട് തിരിച്ചിരിക്കുന്നു. ഇത് നോക്കി, ഇവിടെ അയ്യോ വെള്ളത്തിന്റെ അങ്ങോട്ടൊന്നും ഇപ്പൊ പോവാൻ പറ്റില്ല. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഉള്ളിലേക്ക് എന്നുള്ളത്. അവിടെ വെള്ളം ചാടുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ ചാടി കുളിക്കാനുള്ള ഓപ്ഷൻ അടക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇതെല്ലാം ക്ലോസ്ഡ് ആയിരിക്കുകയാണ്. നമ്മളെ ഫസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇവിടെയൊക്കെ നമ്മൾ ഇറങ്ങിയിരുന്നത്, ഈ വെള്ളത്തിലൊക്കെ നമ്മൾ ഇറങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പം കൂടുതൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഇവിടെ വരാൻ പോകുന്നുണ്ടാവും. കാരണം ഒരുപാട് വർക്കുകളൊക്കെ നടക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഏരിയ അവർ തുറന്നിട്ടുണ്ട്. മുന്നേ അത് ഉണ്ടായിരുന്നില്ല. മുന്നേ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ കയറി പോകാന്നുള്ള രൂപത്തിലായിരുന്നു. അപ്പൊ നമ്മളിവിടെ വരുന്ന വഴിക്ക് ഒരുപാട് എന്താ പറയാ പ്രൈവറ്റ് തോട്ടങ്ങൾ കണ്ടിട്ടോ. ഓരോ ആളുകളുടെ തോട്ടങ്ങൾ കണ്ടു. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു തോട്ടം കയറി ചോദിച്ചു നോക്കാം. നമുക്ക് അവിടെ കയറാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എപ്പോഴുള്ള പോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, എന്നിട്ട് അത് പറ്റിയെങ്കിൽ റെക്കോർഡ് ചെയ്യുക. കറക്റ്റ്. ഇപ്പൊ ഫാമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ ബാക്കിൽ കൂടെ കാറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം.
അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഫാമിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഫാം എത്ര വലിയ ഫാമാണെന്ന് നോക്കിയാൽ. അപ്പോൾ ഇതുവരെ കിണറാണ് കേട്ടോ. കിണർ കാണാനില്ല സത്യത്തിൽ. താഴത്തുനിന്ന് ഒരുപാട് ആഴുണ്ട് കേട്ടോ, കാണുന്നില്ല. വെള്ളം നിൽക്കുന്നത് കാണുന്നില്ല. ഇതിൽ നിന്നാണ് അവർ വെള്ളം യൂസ് ചെയ്യുക. പൂരാ इसके लिए इधर इसमें से पानी मिलेगा? തോട്ടം മൊത്തം നനക്കാനുള്ള വെള്ളം ഇതിൽ നിന്ന് കിട്ടും. ഇതേപോലെ വീണ്ടും വേറെയും കുറേ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ പുല്ല് വളർത്തിയിട്ടുള്ളത് ഇവിടെ ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുല്ല് വളർത്തിയിട്ടുള്ളത് ഒക്കെ ഫുള്ള് ഖജൂറിൻ്റെ തോട്ടങ്ങളാണ്. മീൻസ് ഡേറ്റ് പാംസ് ആണ് എല്ലാം. ഇതുണ്ടല്ലേ, ഒരുപാട് ഡേറ്റ് പാംസ് ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഏരിയ കാണാൻ. അത് മാവ് ആമേന आम होते सीजन कौन सी सीजन में आम होते? 3-4 മാസം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ വരും എന്നാണ് പറയുന്നത്. നല്ല തണലുള്ള ഏരിയ കേട്ടോ, സൂപ്പർ ഏരിയ. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്, എന്നിട്ട് പോലും തണൽ നോക്കിയാൽ. ഓ, വലിയ മരങ്ങളുണ്ട് കേട്ടോ, വലിയ മരങ്ങൾ. ഇത് ചെറുതൊന്നല്ല കേട്ടോ, അത്യാവശ്യം നല്ല വലിയ ഫാമുകളാണ്. ഇതുണ്ട്, ഇവർ രാവിലെ വെള്ളം നനയ്ക്കുക, 7 മണിക്കാണ് വെള്ളം നനയ്ക്കാന്ന് പറഞ്ഞത്. ഉണ്ട് ഒക്കെ ചാലുകളാണ് കേട്ടോ, വെള്ളം നനയ്ക്കാനുള്ള ചാലുകളാണ്. ഇങ്ങനെ ചാലുകൾ വേറെ വേറെ ചാലുകളായിട്ട് ഇങ്ങനെ പോകുന്നു. സൂപ്പർ ഏരിയയാണ് കേട്ടോ. ഇതാണ് ഇവർ വെള്ളം നനയ്ക്കുന്ന ടാങ്ക് കേട്ടോ, വലിയ ടാങ്കാണ്. ഈ ടാങ്കിലേക്ക് അവർ ആദ്യം ആ കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ച് കയറ്റും. അതിന് ശേഷം ഇതിൽ നിന്നാണ് അവർ വെള്ളം പുറത്തേക്ക് പോകുന്നത്. ക്യൂ ബ്ലൂ കളർ പനി? ഓക്കെ ഓക്കെ. കണ്ടോ, വലിയ ടാങ്കാണ് കേട്ടോ. നല്ല മരങ്ങളുണ്ട് കേട്ടോ. അതിൽ മരങ്ങൾ, ഇതിൻ്റെ കായകളൊക്കെ ഇതിൽ വീണ് കിടക്കുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ കായകൾ വീണ് കിടക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. ഓ, ഫുള്ള് എഡ തൂർന്ന് നിൽക്കുന്ന മരങ്ങളാട്ടോ. ശരിക്കും നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ये अच्छा है, मीठा है और खट्टी है, बहुत खट्टी है. वो कुछ खरी में डालने के लिए. അതൊക്കെ മാവുകളാണ് കേട്ടോ, വലിയ മാവുകൾ. എത്ര ഉയരത്തിലാണ് വളർന്ന് നിൽക്കണം നോക്കി. എന്താ രസം. उधर कैसे जाएगा? इधर से उतरेगा तो उसमें गिर जाएगा. വേണ്ട, ഇതൊരു കിണറാണ് ഇവിടുത്തെ. നമുക്ക് ആ കിണറ്റിൻ്റെ അവിടെ നിന്ന് പോയോ കേട്ടോ. സൂപ്പർ ഏരിയ ആണ് കേട്ടോ. എന്താണ് ഇങ്ങനെ മനസ്സിനിങ്ങനെ തണുപ്പ് തരുന്നൊരു സ്ഥലം. ഫുൾ മരങ്ങൾ. ശരിക്കും നാട്ടിൽ പോയ പോലെ അല്ലേ. ഫുൾ മാവുകളും, കൂടുതലും മാവുകളും ഡേറ്റ്സിൻ്റെ മരങ്ങളുമാണ് കേട്ടോ. മാവിലൊക്കെ നന്നായി മാങ്ങ ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. ये भी आपका ही है ना? ഇതൊരു കിണറാണ്. കിണറിനൊന്നൊരു കണ്ടോ, വെള്ളം ഉണ്ട് കേട്ടോ. पानी है थोड़ा. इसमें से ये तीनों से आप मारते हैं उसमें? एक बार मारेगा तो पूरा पानी खत्म हो जाएगा, बाद में वापस आएगा, ऐसी है? അപ്പോൾ ഈ ഇത്ര ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്ന മലനിരകളൊന്നും നോക്കണ്ട കേട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളമാണ്. കാരണം ഇവർ ഒരു പ്രാവശ്യം അടിച്ചിട്ട് ഈ വെള്ളം ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടാങ്കിൽ ഫുള്ളായി കഴിഞ്ഞാൽ കിണറ്റിത്തെ പറ്റും, പക്ഷെ വീണ്ടും വരുന്നവരാണ്. ഓ, ഇപ്പോൾ നമ്മൾ നേരത്തെ മേലെന്ന് കണ്ടില്ലേ കിണർ, അവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടോ നോക്കാം. ആഹാ, വെള്ളം കണ്ടില്ലേ, സൂപ്പർ വെള്ളം അല്ലേ. ഇതിൽ നിന്നാണ് അവർ ടാങ്കിക്ക് അടിച്ച് കയറ്റുന്നത് കേട്ടോ. മൊബൈലൊക്കെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ, ഒരു രക്ഷയില്ല കിട്ടാൻ. എത്ര ആളുണ്ട് നോക്കിയാൽ. ഓ, ആകെ ഉള്ളത് ഈ കൈവേരിയാണ്. ശ്രദ്ധിച്ച്, ഞാൻ നേരത്തെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കി,
പിന്നെ ആ ഉദ്യമം വിട്ടു. കാരണം എങ്ങാനും ഇതിലേക്ക് മറിഞ്ഞു വീണാലേ ഒരു രക്ഷയില്ല. കിഡില്ല സ്ഥലം കേട്ടോ. നമുക്കൊരു ദിവസം വന്നിട്ടേ അവനിവിടെ നമുക്ക് കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം വന്നിട്ട് നമ്മളെ ഡെസ്റ്റിനേഷൻ കുക്കിംഗ് ഇവിടെ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും, നിങ്ങളെ അഭിപ്രായം അറിയിക്കട്ടാ. ഓക്കെ, ഇതടുത്ത ലെവല് സ്ഥലമാണ്. ഇങ്ങനെയാണ് ഇവിടെ വേർതിരിച്ചിരിക്കുന്നത്. ശരിക്കും പേടിയാവും അല്ലേ? കണ്ടോ, ഈ മരം കരിഞ്ഞു പോയിരിക്കണം കേട്ടോ. ഇസ്ക ക്യാ ഹോ ഗയാ ജി? കിतना साल से ऐसे है? 5-6 വർഷമായിട്ട് ഇതിങ്ങനെ കരിഞ്ഞു പോവാണ് ഒരു സൈഡിൽ നിന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കരിഞ്ഞിക്കണ്, അതേ സമയം തന്നെ മറ്റേ സൈഡ് കണ്ടില്ലേ പച്ചപ്പും. അങ്ങനെ സംഭവമാണല്ലോ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതൊക്കെ ഒരു സൈഡ് കരിഞ്ഞിട്ടിരിക്കുന്ന, അതേ സമയം ചില കൊമ്പുകളിൽ പച്ചപ്പ്, കുറേ കൊമ്പുകൾ കരിഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പച്ചപ്പുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ ഒരു കിണറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫാമിൻ്റെ കാഴ്ചകൾ മൊത്തം കണ്ടില്ലേ? ഇതുണ്ട്, വേപ്പിൻ്റെ ഇലൊക്കെ നന്നായി വളർന്ന് നിൽക്കുന്നുണ്ട്. ഈ കറി പത്തലാണ് കണ്ടോ? എന്താ മണം എന്നറിയോ? ഒന്നും മടക്കിയപ്പോഴത്തേന് എന്താ മണം സാധനത്തിൻ്റെ, സൂപ്പർ മണം കേട്ടോ. വലിയ മരം കണ്ടില്ലേ? വേപ്പിൻ്റെ ഇലയാണ് ഇത് മൊത്തം. ഇത് നമ്മളെ കറിയിലിടുന്ന വേപ്പിൻ്റെ ഇലയാണ്. മറ്റേ വേപ്പ് ഒരുപാടുണ്ട് ഇവിടെ. ഇത് നാരകത്തിൻ്റെ തൈയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഞാനിവിടെ എത്തിയപ്പോഴേ ഇതുണ്ടല്ലേ ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാന്ന് ചോദിച്ചപ്പോൾ പറയും ഈ കോണി വഴി കയറി പോകണം. കണ്ടോ അവിടെ ഒരു കോണി, ഇതുവഴി കയറി പോകണം എന്ന് പറയുന്നത്. गिर से जाएगा ना? ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ കയറിയതാണ്. അപ് ജാനേക്കെ ബാദ് മേ യെ പക്കടേ. സത്യം ഒരു ധൈര്യമില്ല കേട്ടോ. ഓരോ ആണിമലാണ് ഈ സംഭവം മൊത്തം നിൽക്കുന്നത്. നമുക്ക് കത്തിക്കുള്ള വിറകുകൾ എടുക്കണ്ടല്ലോ. കണ്ട ഇവിടെ കുറച്ച് കള്ളിച്ചെടിയും പല ഏതാ പ്രാവുകൾക്കുള്ള കൂടായിരുന്നു. മുന്നേ പ്രാവ് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. കുറെ കള്ളിച്ചെടി നിൽക്കുന്നുണ്ട്. പ്രാവ് ഇവിടെ ഉണ്ടെന്ന് പറയണേ. പ്രാവ് ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ മൊത്തം പ്രാവുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, ഉണ്ടോ പ്രാവിൻ്റെ കൂടുകളാണ് മൊത്തം. എന്നിട്ട് അതിന് മൊത്തം ഒരു നെറ്റ് കെട്ടി കൊടുത്തിരിക്കുക കേട്ടോ. മാത്രമല്ല ഇവിടെ ഒരു പശു ഉണ്ടെന്നാണ് ഞാൻ പറയണത്. ഒക്കെ പശുവിനെ കൂടി ഒന്ന് പോയി നോക്കിയാലോ. അപ്പോൾ പശുവിനെ വളർത്തുന്ന സ്ഥലത്തേക്കാണ് പിന്നെ കൊണ്ടുപോകുന്നത്. ഇവിടെ കുറേ കോടുകളൊക്കെ പോലെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ പശുക്കളുണ്ടല്ലോ. കിത്തന 10 പശുക്കളുണ്ടെന്ന് പറയണത്. സബ് മിൽക്ക് ദേത്തെ ക്യാ? അഭി ദോ ദേത്തെ. ഉണ്ടോ സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ. അവിടെ പശുക്കൾ നിറയുണ്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുത്തിട്ടെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്ന് എടുക്കുന്നത്. വേറെ നിവൃത്തിയില്ല. ഉണ്ടോ പേട സംഭവം കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ ഒരാൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ? എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഫാമൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ ഏരിയകളും ഞാൻ നിങ്ങൾക്ക് ഒരുവിധം കവർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഉച്ച സമയത്താണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശീശയിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ ഉച്ച സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, വിശക്കുന്നുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നമുക്കിവരെ
ഒരു ദിവസം നമുക്ക് ഡെസ്റ്റിനേഷൻ കുക്കിംഗ് ഇവിടെ ചെയ്യാൻ അലോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് കൂടി ചാൻസ് കിട്ടട്ടെ. അപ്പോൾ അവർ അർബാബിൻ്റെ സമ്മതം കൂടി വേണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ കുക്കിംഗ് ഇവിടെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മളെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഗൈസ് നിങ്ങളിൽ ഒരുപാട് പേര് നമ്മളെ കമൻറ്റ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.